ഇത് കണ്ടോ, ദുബായിൽ നിന്ന് വന്ന സാധനങ്ങളാണ് കേട്ടാ. നമുക്ക് ഈ ദുബായ് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളെ പെൺപിള്ളേരെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം, അതാ കുറച്ചുകൂടി നല്ല. നമ്മൾ വിചാരിക്കും ആൺകുട്ടികളൊക്കെ നമുക്ക് ഗൾഫിൽ ജോലിയൊക്കെ ചെയ്തിട്ടാണ് കുടുംബത്തേക്ക് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടാ. നമ്മൾ പഠിപ്പിച്ച് പെൺപിള്ളേർ ജോലിയൊക്കെ ആയി അവർ ഒറ്റക്കാലിൽ നിൽക്കാനൊക്കെ തുടങ്ങിയ അവർ കുടുംബത്തേക്ക് കണ്ടറിഞ്ഞ്, അതായത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തൊക്കെയാണ് വേണമെന്നുള്ളത് അവർക്ക് അവർ ജോലി ചെയ്യുന്ന പൈസയുടെ ഭാഗമായിട്ട് അവർക്ക് മേടിച്ച് തരാൻ പറ്റും. നമുക്ക് അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനിയുള്ള കാലത്ത് പെൺകുട്ടികളെല്ലാവരും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ ജോലിയാക്കണം. ഇല്ലാതെ ആൺകുട്ടികൾ മാത്രം പഠിച്ചാലേ അങ്ങനെ നമുക്ക് എന്തെങ്കിലും മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ, സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. പെൺകുട്ടികൾ പഠിച്ച് ജോലി പഠിച്ചാലും അവരും ഇതുപോലെ സഹായികളായിരിക്കും. നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യടോ, എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇതൊരു എന്തുവാ പതുക്കെ, വാവ്, ഇതൊക്കെ നോക്കിയാണ്. ഇത് മിഠായി, ഇതൊക്കെ ഇവരുടേതായ ഫേവറേറ്റ് ആണ് കേട്ടോ, ഈ ചോക്ലേറ്റ്സ് ഒക്കെ. സ്പ്രേ നോക്കട്ടെ, ബോഡി സ്പ്രേ. രണ്ട് അഡിഡാസിൻ്റെ സ്പ്രേ. ഇത് എൻ്റെ മോക്കറിയാട്ടാ, ഇതിൻ്റെ ഫേവറേറ്റ് ആണ് നൽവൽ. ഇത് ഫിഗുണ്ട്, ഈത്തപ്പഴമുണ്ട്, അജുവ അല്ലേ? അജുവാടത്. ഇത് പാപ്പാടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നാൾ കൊണ്ടൊന്നും തീർന്നില്ല, അവിടെ ഇരിപ്പുണ്ട്. ഇത് കേട്ടാ എൻ്റെ. പിന്നെ നിയാസ് ബേബിക്കാണ് കേട്ടാ. നിയാസ് ബേബി അവന് കുഞ്ഞു ബാഗ് ഇവിടെ നിന്ന് വേണമെന്ന് പറയുന്നത് കേട്ടിട്ടാണ് കൊടുത്തു വിട്ടത്. അടുത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് അടുത്ത് നോക്കാം കേട്ടാ.